സൺഡേ ഫണ്ടേയിൽ ഇനി കുറച്ച് സംഗീതാത്മകമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ സിംഗർ ഗസ്റ്റ് റെഡിയാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഈ ഗസ്റ്റ് ഇന്ന്. സൂരജ് എസ് കുറുപ്പ്. എനിക്ക് ഇങ്ങനെ ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഒരു കഥ മുഴുവൻ മ്യൂസിക്കിൻ്റെ ആംബിയൻസോട് കൂടി പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ്. അപ്പം തന്നെ അറിയാലോ ആ മ്യൂസിക്കിനോടുള്ള ഡെഡിക്കേഷൻ എന്താന്ന്. നമസ്കാരം, വെൽക്കം ടു സൺഡേ ഫണ്ടേ. സൂരജ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? അടുത്ത പടത്തിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ. ഓക്കെ, അതിലേക്ക് കടക്കണതിന് മുമ്പ് നമ്മൾ കുറെ നാളിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 3 years ആയിണ്ടാവും വള്ളിയും തെറ്റിയുടെ തുടക്കകാലത്ത്, ഡിസ്കഷൻ കാലത്ത് ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ വെച്ച കുറച്ച് ആർട്ടിസ്റ്റിൽ ഒരാളായിരുന്നു. അതെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് തുടങ്ങി ഇവിടെ വരെ നിൽക്കുമ്പോൾ സൂരജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ, മ്യൂസിഷ്യനെ സൂരജ് എങ്ങനെയാണ് വിലയിരുത്തണേ? സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ അത് അതെ, പക്ഷെ എന്നാലും നമ്മള് വള്ളിയും തെറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയങ്കര സ്പെഷ്യലാണ്. മൂവി നമ്മൾ വിചാരിച്ചത്ര നന്നായി പോയില്ല, പക്ഷെ എന്നാലും ആ മൂവി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ ഒരു വ്യക്തി ഞാനാണ്. ഒരുപാട് ഹോംവർക്ക് ചെയ്ത് വന്നൊരു മൂവിയായിരുന്നു, മീൻസ് മ്യൂസിക് സൈഡൊക്കെ. അതിനുശേഷം ആരാ അപ്രോച്ച് ചെയ്യണേ? വള്ളിയും തെറ്റി ഇതുവരെ ഞാൻ ആരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ലൈക്ക് ചാക്കോച്ചനാണ് ഫസ്റ്റ്. അത് ഇപ്പോഴും എൻ്റെ ഒരു ബ്രദർലി ഇമേജ് ആണ് അദ്ദേഹം. ഒരുപാട് മെന്റലി ഒക്കെ എന്നോട് എന്തെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് വേണേൽ പറയണം എന്നൊക്കെ ഇടയ്ക്ക് പറയാറുള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ജെന്റിൽമാൻ ഓഫ് കോഴ്സ്. അപ്പോൾ വള്ളിയും തെറ്റിയുടെ ഷൂട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 8 മണി, ഞാനൊരു 12 ആകുമ്പോൾ എണീക്കുന്ന മനുഷ്യനാണ്, ലേറ്റ് ആയിട്ട് കിടന്നിട്ട്. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാക്കോച്ചൻ പതിവില്ലാതെ. അപ്പോൾ ഞാൻ അടുത്ത് ഹലോ ചേട്ടാ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, താങ്കളുടെ വിലയേറിയ മ്യൂസിക്കിൽ ഒരെണ്ണം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യം ഓർത്ത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഇവരൊക്കെ എല്ലാവരും വട്ടാക്കാറുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എനിക്ക് അങ്ങനെ കൊച്ചോ പൗലോ അല്ലെങ്കിൽ അപ്പോഴാണ് ഉദയ തിരിച്ചു വരുന്നത്, അതിങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പോൾ അതിൽ ഷാൻ ചേട്ടനാണ് പാട്ടുകൾ മുഴുവനും ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിജി ബാലേട്ടനായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു പാട്ട് ചെയ്യാൻ പറ്റി. അത് ഒരു പാട്ട് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, എന്നോട് കമ്പോസ് ചെയ്തതിനെ പറ്റി ചോദിച്ചു, എന്താ സൂരജ് ആരെ കൊണ്ട് പാടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്, ഇങ്ങനെ കാഷ്വലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശങ്കർ മഹാദേവൻ സാറെന്ന് പറഞ്ഞു. ഇങ്ങനെ 1 മിനിറ്റ് നോക്കി, ഒരു ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ നീ അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, എനിക്കിത് പുള്ളി പാടിയാൽ നന്നായിരിക്കും എന്ന് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പം മറുപടി ഒന്നും പറഞ്ഞു. ഞാൻ ഓർത്ത് ജസ്റ്റ് ചോദിച്ചു, അതെന്തായാലും നടപടിയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഡിക്സൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ആയിട്ടുണ്ട്, നമ്മളൊരു 2-3 ആഴ്ചക്കകത്ത് മുംബൈ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ സിദ്ധാർത്ഥേട്ടനും ചാക്കോച്ചനും ഞാനും കൂടെ പിന്നെ മുംബൈ പോയി ശങ്കർ മഹാദേവൻ സാറിനെ റെക്കോർഡ് ചെയ്തു. അവിടെ ചെന്ന് സാറിനെ, അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയൊക്കെ പോയി. പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് അത് മാനേജ് ചെയ്തു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെയോ പോയിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അതെവിടെയാണ്? കാനഡ പോയിരിക്കായിരുന്നു, ടൊറന്റോ. അവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ പോയിട്ട് വന്ന. അത് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത സോളോയില് സീത കല്യാണം എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അപ്പൊ അതിനൊരു അവാർഡ് ഉണ്ടായി. അപ്പൊ അത് ടൊറന്റോ ഇന്റർനാഷണൽ സൗത്ത് ഏഷ്യൻ ഫിലിം അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ മലയാളത്തിൽ നിന്ന് എനിക്കായിരുന്നു. ഓ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.